ഹായ് പ്യാരെ വെച്ച് അനസാറാണ്. ഇനി 16 ദിവസം മാത്രമാണ് നമ്മുടെ ഓണപരീക്ഷയ്ക്കായിട്ടുള്ളത്. അപ്പോൾ വളരെ അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല മാർക്ക് ഈ വരുന്ന ഓണപരീക്ഷയിൽ നേടാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ അനസാർ പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം 6 ചോദ്യങ്ങളിൽ നിന്നും 5 ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല മാർക്ക് നേടാൻ കഴിയുമായിരുന്നു. എന്നാൽ ഈ അധ്യയന വർഷം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ അധ്യയന വർഷം മുതൽ നമുക്ക് എന്തായിട്ടുണ്ട് 9 ചോദ്യങ്ങൾ നമുക്കുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ ഗതിവിധി ആക്ടിവിറ്റി 1 എന്ന് പറയുന്നതിൽ നമുക്ക് എ ഓർ ബി ചോദ്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അനുയോജ്യമായി നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അറിയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം, തിരഞ്ഞെടുത്തിട്ട് എഴുതാം. അപ്പോൾ ടോട്ടൽ 6 ചോദ്യങ്ങൾക്കായിരിക്കണം നമ്മൾ ഉത്തരം എഴുതേണ്ടത്. അങ്ങനെ ടോട്ടൽ മാർക്ക് നോക്കുകയാണെങ്കിൽ 30 മാർക്കിനാണ് നമുക്ക് ഈ അധ്യയന വർഷത്തെ ഓണപരീക്ഷ വരുന്നത്. ഓണപരീക്ഷ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ക്രിസ്മസ് പരീക്ഷയും അതേപോലെ പബ്ലിക് എക്സാം ഒക്കെ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സൈലത്തിൻ്റെ തന്നെ വജ്ര ബാച്ച് ഇവിടെ അവൈലബിൾ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, അവിടെ ടീച്ച് ചെയ്യും. അത് നമ്മുടെ സൈലത്തിൻ്റെ എല്ലാ ഫാക്കൽറ്റീസും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ സൈലത്തിൻ്റെ ഈ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കളൊക്കെ താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. നമുക്ക് ഈ വരുന്ന ഓണപരീക്ഷയിൽ നല്ല മാർക്ക് നേടി നമുക്ക് ഉന്നത വിജയം നേടാം. ബൈ.